ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചില ഡ്രസ്സൊക്കെ, അതായത് റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും, പക്ഷേ സ്ലീവ്സിൽ ലൈനിങ് കാണത്തില്ല. അപ്പം ഇതുപോലെ സ്ലീവിൽ ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ലൈനിങ് വാങ്ങിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ഇതേ കണക്കത്തുള്ള സ്ലീവ് ലൈനിങ് ഇല്ലാത്ത സ്ലീവിൽ, അതും റെഡിമെയ്ഡ് ഡ്രസ്സിൽ സ്ലീവ്സിൽ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 1/2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം കളർ ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ലൈനിങ്ങിനെ 4ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സ് ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ലെവലിൽ വേണം നിങ്ങളിതൊക്കെ പിടിച്ച് വെക്കാനായിട്ട്. കാരണം നമ്മളിത് കറക്റ്റ് അളവിന് മാർക്ക് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഡ്രസ്സിൽ ഈ കാണുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ആം ഹോളും സ്ലീവ്സും കൂടെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു തയ്യൽ, അവിടം വിരൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ മാർക്കിങ്ങും മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ആ തയ്യലിൻ്റെ ഓരോ ഭാഗത്തും വിരലുകൾ വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ തയ്യലിൽ വിരൽ വെച്ചിട്ട് ഇതുപോലെ തുണി ഒന്ന് പൊക്കി കൊടുത്തിട്ട് വേണം ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ കർവ്, നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ വെട്ടിയെടുക്കത്തില്ലേ, അപ്പം നമ്മുടെ ഈ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ അതേ ആം ഹോളിൻ്റെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മാർക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ അളവുകളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു ഡോട്ട് വരച്ചില്ലേ, അതൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കാരണം അത് നമുക്ക് ആ ഒരു നമ്മുടെ നല്ല ക്ലോത്തിലോട്ട് ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നത്. ഇനി ഞാൻ സെൻറ്റർ ഇതുപോലെ ഒന്ന് കുതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സിൽ നമുക്ക് അതിന് കുറച്ച് തയ്യലൊക്കെ ഒന്ന് പൊട്ടിച്ച് വിടാനുണ്ട്. ആ ഒരു തയ്യലുണ്ടല്ലോ, അതൊന്ന് അഴിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഓവർലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഓവർലോക്കും കുറച്ചൊന്ന് അഴിച്ചു കൊടുക്കണം. കൂടാതെ സൈഡ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു തയ്യൽ തുമ്പും ഒന്ന് അഴിച്ചു വിട്ട് കൊടുക്കുക. ആ സൈഡിലെ 2 തയ്യലും പൊട്ടിച്ച് വിട്ട് കഴിയുമ്പോഴും നമുക്കത് ഇതുപോലെ ഈസി ആയിട്ട് അവിടുത്തെ ജോയിൻറ്റ് വിട്ട് കിട്ടും. ഇതുപോലൊരു നൂൽ കട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ അടുത്ത സ്ലീവിൻ്റെ ആ ഒരു പോർഷനും നമുക്ക് തയ്യലൊന്ന് പൊട്ടിച്ച് വിട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈനിങ് പീസ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ കൈ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗം, അവിടുത്തെ സെൻറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. ഈ 2 പീസും ഒരേ ലെവലിന് പിടിച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് ഒന്ന് അടിച്ചു കൊടുക്കണം. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ടിപ്സുകളും മറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചാനലിൽ കയറിയിട്ട് കാണുക. അങ്ങനെ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. നേരത്തെ മാർക്ക് ചെയ്ത ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻറ്റർ പോയിൻറ്റിലേക്ക് ഞാൻ ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് ആ ഒരു എൻഡ് വരെ നമ്മൾ 2 തുണിയും ലെവലിന് പിടിച്ചിട്ട് വേണം ആ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇവിടെ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് തുടങ്ങാനായിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് ഇവിടെ ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ലീവും നമ്മുടെ ആ ഒരു ലൈനിങ് പീസും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ആ ഒരു അതായത് ലൈനിങ് ഇല്ലാത്ത സ്ലീവിൽ നമ്മൾ നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.